Hello friends, welcome back to my channel Shaz Learning. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വർക്ക്ഷീറ്റ് ആണ്. എൻവിറോൺമെന്റൽ സ്റ്റഡീസ് റോഡ് ടു ഇൻഡിപെൻഡൻസ് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂട്ടുകാരെ, കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കു നേരെ പല നിയമങ്ങളും കൊണ്ടുവന്നു. ഇതിനെതിരെ നമ്മൾ ഇന്ത്യക്കാർ ധാരാളം സമരങ്ങൾ സംഘടിപ്പിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നുവല്ലോ. ഏതെല്ലാമാണവ? ഒന്ന് ഓർത്ത് എഴുതി നോക്കൂ. കുറച്ച് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പഠിച്ച ചമ്പാരൻ സത്യാഗ്രഹ, അഹമ്മദാബാദ് തുണിമിൽ സമരം, ഖേദ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, മലബാർ കലാപം, ഓക്കെ, മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമിൽ സമരം എല്ലാം നമ്മൾ പഠിച്ചു. ഈ സമരങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ അതിക്രൂരമായി അടിച്ചമർത്തിയതായും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ. ഇതിനെ തുടർന്ന് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി ഗാന്ധിജിയും മറ്റു നേതാക്കളും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം. മൗലാന അബുൽ കലാം ആസാദ് സമ്മേളന അധ്യക്ഷൻ. നമ്മുടെ APJ അബ്ദുൽ കലാം ആസാദും മൗലാന അബുൽ കലാം ആസാദും രണ്ടും രണ്ട് പേരാണ്, അത് മാറിപ്പോകരുത്. ജവഹർലാൽ നെഹ്റുവിന്റെ ക്വിറ്റ് ഇന്ത്യ പ്രമേയ അവതരണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ സമരാഹ്വാനം, ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനാചരണം, പാഠപുസ്തകം പേജ് നമ്പർ 37 വിവരങ്ങളും മുകളിൽ നൽകിയ വിവരങ്ങളും ഉൾപ്പെടുത്തി ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതി നോക്കൂ. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് ഞാനിവിടെ ചെറിയൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അന്തിമ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം സമരത്തിന് വലിയ ആവേശം നൽകി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം ജനങ്ങൾ ഏറ്റെടുത്തു. 1942 ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഓർമ്മയ്ക്കായി വർഷം തോറും ഓഗസ്റ്റ് 9 നാം ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്ത് കൂട്ടിച്ചേർത്ത് കൊടുക്കാം? നമ്മുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു അധ്യക്ഷൻ? മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്നും കൂടി നിങ്ങൾക്ക് അതിൽ കൂട്ടിച്ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയം ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അതിന്റെ ബാക്കി ആക്ടിവിറ്റീസ് നോക്കാം. Friends, we know that British came in India for trade. കച്ചവടത്തിന്, വ്യാപാരത്തിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന്നത്. But they started to rule our country after some years. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ നമ്മളെ ഭരിക്കാൻ തുടങ്ങി. They introduced many black laws. കറുത്ത പല നിയമങ്ങളും അവർ കൊണ്ടുവന്നു. Indians organized struggles and movements against this law. ഈ നിയമങ്ങൾക്കെതിരെ ഇന്ത്യക്കാർ പല സമരങ്ങളും മുന്നേറ്റങ്ങളും നടത്തി. In the previous classes we learned about some of the struggles. Do you remember them? Previous classൽ നമ്മൾ കുറച്ച് സ്ട്രഗിൾസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നത് എഴുതി ചേർക്കൂ. നമ്മൾ സാൾട്ട് സത്യാഗ്രഹ, മലബാർ കലാപം, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ സ്ട്രൈക്ക്, ചമ്പാരൻ സത്യാഗ്രഹ, ഖേദ സത്യാഗ്രഹ, അങ്ങനെ ഒരുപാട് സത്യാഗ്രഹങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ബ്രിട്ടീഷ് സപ്രസ്ഡ് ഓൾ ദി സ്ട്രഗിൾസ് ആൻഡ് മൂവ്മെന്റ്സ് ബ്യൂട്ടലി. ക്രൂരമായിട്ട് ബ്രിട്ടീഷ് സപ്രസ്ഡ്, അടിച്ചമർത്തി, ഈ നമ്മുടെ സമരങ്ങളെല്ലാം അടിച്ചമർത്തി. Can you say an example for British cruelty against Indians? ഇന്ത്യക്കാർക്കെതിരെയുള്ള ബ്രിട്ടീഷിന്റെ ഒരു ക്രൂവാലിറ്റി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നല്ല, നമുക്ക് ഒരുപാട് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ജാലിയൻ വാലാബാഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതി കൊടുക്കാം? വാഗൺ ട്രാജഡി എന്ന് എഴുതി കൊടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഒന്നെങ്കിൽ വാഗൺ ട്രാജഡി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ജാലിയൻ വാലാബാഗ് അല്ലെ. നമ്മുടെ ജാലിയൻ വാലാബാഗിൽ നടന്ന പ്രശ്നം നമുക്ക് അറിയാവുന്നതാണ്. Gandhiji and all other leaders decided to organize stronger new struggles against the British for freedom. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷിനെതിരെ പുതിയ തന്ത്രങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്, പുതിയ വഴികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയും അനുയായികളും മറ്റു നേതാക്കന്മാരും ശ്രമിച്ചു. The strongest among them is the Quit India movement. അതിൽ ഏറ്റവും ശക്തിപ്പെട്ടത്
ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആയിരുന്നു. ജവഹർലാൽ നെഹ്റു presented ക്വിറ്റ് ഇന്ത്യ resolution. ക്വിറ്റ് ഇന്ത്യ പ്രമേയം ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിച്ചത് at the Congress session held at Bombay in 1942. 1942 ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് അവതരിപ്പിച്ചത്. മൗലാന അബുൽ കലാം ആസാദ് was the president of that Congress session. ആ കോൺഗ്രസ് സെഷന്റെ അധ്യക്ഷൻ മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു. Quit India movement was the ultimate strongest struggle led by Gandhiji against British. ബ്രിട്ടീഷിനെതിരെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള എടുത്തു പറയേണ്ട തരത്തിലുള്ള ഒരു മൂവ്മെന്റ് സ്ട്രഗിൾ തന്നെയാണ് Quit India movement. The struggle was started on August 9. The slogan of this movement was Quit India. The exhortation of Gandhiji was do or die. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. We observe August 9 as Quit India Day. Jayaprakash Narayanan is known as the hero of Quit India movement. Aruna Asaf Ali is known as the heroine of Quit India movement. Quit India movement ഒരു ഹീറോയും ഹീറോയിനും ഉണ്ട്. ഹീറോ ജയപ്രകാശ് നാരായണൻ ആണ്. ഹീറോയിൻ അരുണ ആസിഫ് അലി ആണ്. അരുണ ആസഫ് അലി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ച് Have you read about Quit India movement? Can you answer this question? ഇത് വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Who presented the Quit India resolution? നമുക്കറിയാം ജവഹർലാൽ നെഹ്റു. When and where was the Quit India resolution presented? At the Congress session held at Bombay at 1942. Okay. At the Congress session held at Bombay in 1942. Okay. അപ്പോൾ in 1942 ആണ് മാറിപ്പോയത്, അച്ചല്ല, in 1942. അപ്പോൾ when and where was the Quit India resolution presented? At the Congress session held at Bombay in 1942. Who led Quit India movement? ജയപ്രകാശ് നാരായൺ ആണ്. അദ്ദേഹമാണ് ഹീറോ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ജയപ്രകാശ് നാരായൺ. Next, what was the slogan of Quit India movement? Slogan എന്തായിരുന്നു? Slogan Quit India എന്നുള്ളത് തന്നെയായിരുന്നു slogan. Quit India. എന്തായിരുന്നു slogan? Quit India. Quit ഇന്ത്യ വിടുക. Quit India ഇതായിരുന്നു സ്ലോഗൻ. നെക്സ്റ്റ്, വാട്ട് വാസ് ഗാന്ധിജീസ് എക്സ്ഹോർട്ടേഷൻ? ഗാന്ധിജിയുടെ എക്സ്ഹോർട്ടേഷൻ എന്തായിരുന്നു? ഡു ഓർ ഡൈ. ഡു ഓർ ഡൈ. ഡു ഓർ ഡൈ. വെൻ ഡു വി ഒബ്സർവ് ക്വിറ്റ് ഇന്ത്യ ഡേ? ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9. വെൻ ഡിഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട്? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 1942 ഓഗസ്റ്റ് 9. The struggles were started on August 9. അപ്പോൾ സെയിം ആൻസർ തന്നെയാണ് രണ്ടിനും വരുന്നത്. ഓഗസ്റ്റ് 9 ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും ക്വിറ്റ് ഇന്ത്യ ഡേയും ഓഗസ്റ്റ് 9 ആണ്. Including the main ideas, can you prepare a short note of Quit India movement? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. There was a countrywide agitation against the British rule in India in August 1942. The Congress passed the Quit India resolution at a Congress session held at Mumbai. Gandhiji raised the Do or Die slogan, by which he meant either free India or die in the attempt. There were mass strikes led by students, workers, and peasants, which became violent. Several leaders and others sacrificed their life during this attempt. We observe August 9 as Quit India Day. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ രാജ്യത്തുടനീളം നടന്നിട്ടുള്ള ഒരു കലാപമായിരുന്നു ക്വിറ്റ് ഇന്ത്യ. 1942 ഓഗസ്റ്റിലായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. കോൺഗ്രസ് സെഷൻ ആണ്. ഏത്? മുംബൈയിലുള്ളതാണ്. 1942 ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനമായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അതായത് ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കുക അല്ലെങ്കിൽ ഈ അറ്റംപ്റ്റില് കലാപത്തിൽ നമ്മൾ മരിക്കുക. ഒരുപാട് സ്ട്രൈക്കുകൾ സംഘടിപ്പിച്ച സ്റ്റുഡൻസും വർക്കേഴ്സും കർഷകരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് പേര് അവരുടെ ജീവൻ വരെ ബലിയർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഓഗസ്റ്റ് 9 നമ്മൾ ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ആചരിക്കും.
ഇനി പ്രമേയം. എന്താണ് പ്രമേയം? ഒരു സംഘടന സമ്മേളനത്തിൽ ഒരു ആശയം എഴുതി അവതരിപ്പിക്കുന്നു. ഭൂരിഭാഗം ആളുകളുടെയും അംഗീകാരം ലഭിക്കുന്നതിനായി സ്വീകരിക്കുന്ന ഈ മാർഗത്തിനാണ് പ്രമേയം എന്ന് പറയുന്നത്. അതായത് കൂടുതൽ ആള്, 10 ആളുള്ളതിൽ ഇപ്പോൾ 6 ആള് അനുകൂലിക്കുകയും 4 ആള് പ്രതികൂലിക്കുകയും ചെയ്താൽ 6 ആള് അനുകൂലിച്ചത് കൊണ്ട്, കൂടുതൽ ആള് അനുകൂലിച്ചത് കൊണ്ട് ആ പ്രമേയം പാസ്സാവും. അങ്ങനെയാണ്, ഭൂരിഭാഗം നോക്കിയിട്ടാണ് നമ്മൾ പ്രമേയം പാസ്സാക്കുന്നത്. ഓക്കെ. നിരവധി ധീരദേശാഭിമാനികളുടെ ത്യാഗപൂർണമായ സഹന സമരങ്ങളുടെ ഫലമായാണ് 1947 ഓഗസ്റ്റ് 15-ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. കുറച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് പരിചയപ്പെടാം. ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1889 നവംബർ 14-ന് ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ജനിച്ചത്. നവംബർ 14 ശിശുദിനം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം മനസ്സിലാക്കി രാജ്യത്തിലെ വിവിധ കർഷക സമരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. 1947 ഓഗസ്റ്റ് 14-ന് അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് നെഹ്റുവാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി നാം ആഘോഷിക്കുന്നു. നെക്സ്റ്റ്, സുഭാഷ് ചന്ദ്രബോസ്. അതിനു മുമ്പ് നമുക്ക് നെഹ്റുവിനെ ഇംഗ്ലീഷ് മീഡിയം നോക്കാം. Jawaharlal Nehru was the first Prime Minister of independent India. He was born on November 14, 1889 in Allahabad, Uttar Pradesh. He participated and led so many strikes for farmers. The freedom of India was announced by him at midnight, August 14, 1947. His birthday, November 14, is celebrated as Children's Day. Next. സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീരനായകന്മാരിൽ ഒരാളായ സുഭാഷ് ചന്ദ്രബോസ് 1897 ജനുവരി 23-ന് ഒഡീഷയിലെ കട്ടകിൽ ജനിച്ചു. നേതാജി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബിരുദമായ ICS പാസ്സായ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി ചെയ്തില്ല. ഫോർവേഡ് ബ്ലോക്ക് എന്ന പുതിയ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു. 1941-ൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് കാബൂൾ വഴി ബെർലിനിലെത്തി. ബ്രിട്ടനോട് യുദ്ധം പ്രഖ്യാപിച്ച് ഇന്ത്യ മോചിപ്പിക്കാനായി ഇന്ത്യൻ നാഷണൽ ആർമിക്ക് അദ്ദേഹം നേതൃത്വം നൽകി. Subhash Chandra Bose was born on January 23, 1897 in Cuttack, Odisha. He was known as Netaji. He achieved ICS, the supermost degree in India, but he did not want to work under British government. He founded a political party named Forward Bloc. He escaped to Berlin, Germany. There he organized Indian National Army to fight against British. Next. ഭഗത് സിംഗ്. നമുക്കറിയാം, ജാലിയൻ വാലാബാഗ് നമ്മൾ പഠിച്ച സമയത്ത് ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1907 സെപ്റ്റംബർ 28-ന് പടിഞ്ഞാറൻ പഞ്ചാബിലെ ലാൽപൂർ ജില്ലയിലെ ബങ്ക എന്ന ഗ്രാമത്തിൽ ജനനം. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടു. പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥിരം കൂട്ടുകാരായിരുന്നു. അതിനാൽ സഹപ്രവർത്തകർ അദ്ദേഹത്തെ സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് വിശേഷിപ്പിച്ചു. ആരാണ് സഞ്ചരിക്കുന്ന ലൈബ്രറി? ഭഗത് സിംഗ്. 1925-ൽ ഭഗത് സിംഗ് മുൻകൈയെടുത്ത് പഞ്ചാബ് നൗജവാൻ ഭാരത് സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ലാഹോർ ഗൂഢാലോചന കേസ് എന്ന ഒരു കേസ് കെട്ടിച്ചമച്ച് 1931 മാർച്ച് 23-ന് ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റി. മരണത്തിലേക്ക് പുഞ്ചിരിയോടെയാണ് അദ്ദേഹം നടന്നു നീങ്ങിയത്. He was born on September 28, 1907 in a village named Banga in Lalpur district, Punjab. When he was a student, he participated in freedom struggles. He liked to read books every time, so his friends called him traveling library. In 1952, he founded Punjab Naujawan Bharat Sabha. British-led Lahore conspiracy case on Bhagat Singh, Rajguru and Sukhdev and punished to hang them until death. They were hung on March 23, 1931. He welcomed death with smile. Next, സരോജിനി നായിഡു. പ്രശസ്ത കവയിത്രി, സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലകളിൽ പ്രസിദ്ധയായിരുന്നു സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ അധ്യക്ഷയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണറുമായിരുന്നു സരോജിനി നായിഡു. ഒരു കവയിത്രിയായിരുന്ന ഇവർ ഏഷ്യയിലെ വാനമ്പാടി എന്ന് അറിയപ്പെടുന്നു. ഏഷ്യയിലെ വാനമ്പാടി. Next. She was a well-known poet,
and freedom fighter. She was the first Indian woman president of Indian National Congress. She was also the first woman governor in India. She is known as Nightingale of Asia, Nightingale of India, Nightingale of India and Nightingale of Asia. Okay, next. ഇനി നമുക്കൊരു സ്വാതന്ത്ര്യദിന പതിപ്പ് തയ്യാറാക്കിയാലോ? നമ്മുടെ പതിപ്പിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം? സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ, കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ, കുറിപ്പുകൾ, പ്രധാന സംഭവങ്ങൾ, ഗീതങ്ങൾ, മുദ്രാഗീതങ്ങൾ, മഹത്വചനങ്ങൾ, സ്വാതന്ത്ര്യ സമര ക്വിസ് ചോദ്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളോടൊരു ഒരു മാഗസിൻ, അതായത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പതിപ്പ്, പിക്ചേഴ്സ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഇൻ കേരള, ഷോർട്ട് നോട്ട്സ് അബൌട്ട് ഇമ്പോർട്ടൻറ്റ് ഫ്രീഡം സ്ട്രഗിൾസ്, ഷോർട്ട് നോട്ട്സ് അബൌട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻറ്റ്സ്, പോയംസ് ആൻഡ് സോങ്സ് റിലേറ്റഡ് ഫ്രീഡം സ്ട്രഗിൾസ്, സ്ലോഗൻസ്, ഫേമസ് കോഡ്സ് റിലേറ്റഡ് ടു ഫ്രീഡം സ്ട്രഗിൾസ്, ഇൻഡിപെൻഡൻസ് റിലേറ്റഡ് ക്വിസ്. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ ഈ പതിപ്പിലേക്കുള്ള മാഗസിനിലേക്കുള്ള ഇംഗ്ലീഷ് ആൻഡ് മലയാളം കണ്ടന്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഓക്കെ, then here are some questions. More activities, add details Quit India movement to the table, freedom struggles and നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ട് വരുന്ന നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് എക്സ്പാൻഡ് ചെയ്യാൻ, വിപുലീകരിക്കാനും നമ്മുടെ ആ ഒരു ഫസ്റ്റ് നമ്മൾ വരച്ച ടേബിളിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, try to find out the answers of following questions. Who was known as the heroine of Quit India movement? ആരാണ്? അരുണ ആസഫ് അലി. ആരാണ്? അരുണ ആസഫ് അലി. നമുക്കറിയാം, നമ്മൾ മുകളിൽ പഠിച്ചു. അരുണ ആസഫ് പഠിച്ചതാണ്. സ്പെല്ലിംഗ് ഡൗട്ട് ഉണ്ടെങ്കിലും മുകളിൽ നോക്കിയാൽ മതി. അരുണ ആസഫ് അലി. Who was the first Indian woman president of Indian National Congress? Indian National Congressന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സരോജിനി നായിഡു നിങ്ങൾ എഴുതി കൊടുക്കുക. സ്പെല്ലിംഗ് മുകളിലുണ്ടല്ലോ. നമ്മൾ സരോജിനി നായിഡുവിനെ കുറിച്ച് നമ്മൾ മുകളിൽ പഠിച്ചിട്ടുണ്ട്. സരോജിനി നായിഡു. Who was known as traveling library? ഭഗത് സിംഗ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഭഗത് സിംഗ്. നെക്സ്റ്റ്, who was known as നേതാജി? സുഭാഷ് ചന്ദ്ര ബോസ്. മുകളിൽ നോക്കി സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യുക. Whose birthday is celebrated as Children's Day in India? നെഹ്റുവിൻ്റെതാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് നമ്മൾ ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ തന്നെ ജസ്റ്റ് മലയാളം മീഡിയം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വർക്ക് ഫുള്ള് കണ്ടിട്ട് ചെയ്യാം. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നമ്മൾ മുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആരാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് ബോംബെയിൽ വെച്ചിട്ടായിരുന്നു. ബോംബെ. നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സുഭാഷ് ചന്ദ്ര ബോസ്. ജയപ്രകാശ് നാരായൺ, ബോംബെ, സുഭാഷ് ചന്ദ്ര ബോസ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, 4ലെ കൂട്ടം വർക്ക്ഷീറ്റിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സ്വാതന്ത്ര്യദിന ക്വിസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പതിപ്പ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.